ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരു ചെറിയ മീഷോ ഹാളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഡ്രസ്സാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അപ്പം കൂടാതെ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് വന്നിട്ട് വീനെക്കാണ് വരുന്നത്. കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, ഇടയ്ക്ക് റെഡ് തീമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഹാൻഡ് വന്നിട്ട് ഫുൾ ലെന്താണ് വരുന്നത്. മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് കേട്ടോ വരുന്നത്. നമുക്ക് കോളേജിൽ പോകുമ്പോഴും ഓഫീസിലൊക്കെ പോകുമ്പോൾ ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയതാണ്. നല്ല കംഫോർട്ടബിളാണ് കേട്ടോ വെയർ ചെയ്യാനായിട്ട്. ഇതാണ് അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നതും നേരത്തെ കാണിച്ചില്ലേ, അതിൻ്റെ തന്നെ ഒരു മോഡൽ വരുന്ന ഡ്രസ്സ് തന്നെയാണ്. ഇത് വന്നിട്ട് റെഡ് ആൻഡ് ബ്ലൂ തീം വരുന്ന ഡ്രസ്സാണ്. ഇതും ഹാൻഡ് വന്നിട്ട് ഫുള്ളാണ്. വീനെക്ക് തന്നെയാണ്, റയോൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. നേരത്തെ കാണിച്ചതിൻ്റെ അത്രയും ലെങ്ത് തന്നെയാണ് ഈ ടോപ്പും വരുന്നത്. ഇതും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ ടോപ്പാണ്. ആക്ച്വലി ഇത് രണ്ടും ഞാൻ കോംബോ ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ മീഷോയിൽ. ഇത് നമുക്ക് അല്ലാതെയും കിട്ടുന്നുണ്ട്. 200 സംതിങ്ങാണ് വരുന്നുള്ളൂ. ഒറ്റ ടോപ്പായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഞാൻ കോംബോ ആയിട്ട് 300 സംതിങ്ങിന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡ്രസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു വൈൻ കളർ ടോപ്പാണ്. ഇത് വന്നിട്ട് വൈറ്റ് കളർ എംബ്രോയിഡറി ഒക്കെ വരുന്നൊരു ടോപ്പാണ്. ഹാൻഡ് വന്നിട്ട് 3/4 ആണ് വരുന്നത്. ഹാൻഡിലും ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. നേരത്തെ കാണിച്ചത് ഫ്രോക്ക് ടൈപ്പ് മോഡലാണ് കേട്ടോ, വി നെക്ക് വരുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് റൗണ്ട് നെക്ക് നോർമൽ ടോപ്പാണ്. അത്യാവശ്യം നമുക്ക് കോളേജിലും ഓഫീസിലൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റിയ ടോപ്പാണ്. മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ്, സോഫ്റ്റ് മെറ്റീരിയലാണ്. ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ട് സെയിം ടോപ്പ് തന്നെയാണ്. പീച്ച് കളറാണ് കേട്ടോ വരുന്നത്. ഇത് രണ്ടും ഞാൻ കോംബോ ആയിട്ടാണ് വാങ്ങിയത്. നേരത്തെ കാണിച്ച ഫ്രോക്ക് മെറ്റീരിയൽ ടോപ്പാണ് ചെയ്യുക, അതും ഞാൻ കോംബോയിലാണ് വാങ്ങിയത്. ഇത് രണ്ടും ഞാൻ കോംബോയിലാണ് കേട്ടോ വാങ്ങിയത്. നേരത്തെ കാണിച്ച വൈനും ഇതും ഞാൻ കോംബോയിലാണ് വാങ്ങിയത്. 300 സംതിങ്ങാണ് വരുന്നുള്ളൂ. ഇത് വന്നിട്ട് പീച്ച് കളർ വന്നിട്ട് വൈറ്റ് കളർ സെയിം എംബ്രോയിഡറി വരുന്ന ടോപ്പാണ്. ഹാൻഡ് വന്നിട്ട് 3/4 ആണ് വരുന്നത്. ഹാൻഡിലും ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്ക് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ലെങ്ത് ഇല്ല, എന്നാൽ നമുക്ക് അത്യാവശ്യം ലെങ്ത് വരുന്നതാണ്. ഇത് സെയിം തന്നെയാണ് കേട്ടോ നേരത്തെ കാണിച്ചതിൻ്റെ. ഇതാണ് നെക്സ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് ഒരു ലാവൻഡർ കളറാണ് കേട്ടോ ടോപ്പ് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടെ ലെങ്ത് വരുന്നുണ്ട്. ഇത് വന്നിട്ട് റയോൺ ആണ് കേട്ടോ. അത്ര സോഫ്റ്റ് അല്ല, എന്നാലും അത്യാവശ്യം നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ ടോപ്പാണ്. ഇത് വന്നിട്ട് കുറച്ചും കൂടെ വർക്ക് വരുന്നുണ്ട്, എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഫുൾ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. ആ കളറും നമുക്ക് ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇതും 3/4 ലെന്താണ് വരുന്നത്. ഹാൻഡിലും എംബ്രോയിഡറി, കുറച്ചും കൂടെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച ടോപ്പിനെ കാട്ടി കുറച്ചും കൂടെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ, നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയാണ് എൻ്റെയുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എന്നെ കമൻറ്റ് അറിയിക്കുക. അപ്പം 500 ബിലോ ആണ് കേട്ടോ എല്ലാം വരുന്നത്. അപ്പോൾ 500 ബിലോ ഇനി ഇത്ര നാളെ ക്വാളിറ്റിയുള്ള ഡ്രസ്സ് വേറെ എവിടെയും കിട്ടത്തില്ല. ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനെല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
അപ്പോൾ ഇനി ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് വേണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.